ഹലോ. നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടിന് ശേഷം അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ അധ്യായം CBSE +2 ക്ലാസ്സുകളുടെ ബോർഡ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്തിനാണ് ഈ കുട്ടികളെ ഇത്രയധികം പരീക്ഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓൺ സ്ക്രീൻ മാർക്കിംഗ് അല്ലെങ്കിൽ OSM. എന്താണ് ഈ പറയുന്ന OSM? നമ്മുടെ മാർക്ക് ഷീറ്റ്സ് ഉണ്ടല്ലോ, അത് ഡിജിറ്റലി നോക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പറയുന്നത്. അതായത് നമ്മുടെ മാർക്ക് ഷീറ്റ്സ് എല്ലാം സ്കാൻ ചെയ്യുകയും അതിനുശേഷം ഡിജിറ്റലി തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രക്രിയ. നമ്മൾ ഫിസിക്കലി ചെയ്യുന്നതിന് പകരമായിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ 2026 ബോർഡ് എക്സാമിനേഷൻ തൊട്ട് പ്രാവർത്തികമാക്കണമെന്ന് CBSE നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു പ്രൊസീജിയറിന്റെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന എക്സാം ഹാളുകളിൽ നിന്ന് നമുക്ക് കുട്ടികളുടെ മാർക്ക് ഷീറ്റ്സ് കിട്ടുമ്പോൾ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള വിവരങ്ങളെല്ലാം അതിൽ നിന്ന് മറച്ചു വെച്ചതിന് ശേഷം ഈ സംഭവം സ്കാൻ ചെയ്യുന്നു. ഇപ്പോൾ സ്കാനിങ്ങിൽ എന്തെങ്കിലും രീതിയിലുള്ള, അതായത് ഏതെങ്കിലും രീതിയിൽ കറക്റ്റ് ആയിട്ട് പകർന്നിട്ടില്ല അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് എവിടെയെങ്കിലും ബ്ലർ ആയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും റീസ്കാൻ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള സ്കാൻഡ് കോപ്പി വിവിധ ഏരിയകളിലേക്ക്, അതായത് എവിടെയാണോ വാലുവേഷൻ നടക്കുന്ന ആ ഏരിയകളിലോട്ട് ഡിജിറ്റലായി തന്നെ ഫോർവേഡ് ചെയ്യുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി പ്രൊസീജിയേഴ്സും എല്ലാം ഫോളോ ചെയ്യാനായിട്ട് ഇതിൽ സ്കാൻഡ് IP അഡ്രസ് ഉപയോഗിച്ച് മാത്രമാണ് ഈ പറയുന്ന എക്സാമിനേഴ്സിന്, അതായത് ഈ പറയുന്ന ഹെഡ് എക്സാമിനേഴ്സിന് ഇതിൽ എൻട്രി ചെയ്യാനും അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഇവർ എൻട്രി ചെയ്തതിന് ശേഷം പിന്നീടാണ് ഈ പറയുന്ന ഇവാലുവേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഇത്തരത്തിൽ ഓൺലൈനായിട്ട് മൂല്യനിർണ്ണയം നടത്തുകയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ആൻസറിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണം, അല്ലെങ്കിൽ ഒരു ആൻസറിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലായിട്ട്, അതായത് ഇതിന്റെ തിരുത്തൽ നടപടികൾക്ക് വേണ്ടിയിട്ട് ഇതൊരു മുതിർന്ന അധ്യാപകനായിട്ട് ഷെയർ ചെയ്ത് വിടുന്നു. ഇതിന്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഈ ഫൈനൽ മാർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേജുകളിലൂടെ കടന്നു വരുന്ന ഒരു പ്രൊസീജിയറാണ് ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന് പറയുന്നത്. പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു സ്റ്റേജിൽ കൂടിയാണ് ഇതിപ്പോൾ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അതായത് ഏകദേശം 17 ലക്ഷത്തോളം സ്റ്റുഡൻസ് ആണ് ഈ പറയുന്ന എക്സാമിനേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 13,000 പേരുടെ എക്സാം ഷീറ്റുമായി ബന്ധപ്പെട്ട് ചില സ്കാനിങ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കിയിട്ടുണ്ടായിരുന്നത്. കുട്ടികൾ റീവാലുവേഷന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് പേപ്പർ ചെക്ക് ചെയ്ത സാഹചര്യത്തിലാണെങ്കിലും അതായത് കറക്റ്റായിട്ട് എഴുതിയിട്ടുള്ള ആൻസേഴ്സിന് പോലും 0 മാർക്സ് രേഖപ്പെടുത്തിയതായത് കണ്ടു. നമ്മൾ ശരിക്കും പറഞ്ഞ ഈ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ ഒരു ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള മെത്തേഡ് ഫോളോ ചെയ്തതിന്റെ പ്രത്യേക ഉദ്ദേശം എന്ന് പറയുന്നത് പ്രിസൈസ് ആയിട്ടുള്ള ഒരു ആൻസർ അല്ലെങ്കിൽ പ്രിസൈസ് ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്നുള്ളതാണ്. പക്ഷേ എന്നിട്ട് പോലും ആ പ്രൊസീജിയേഴ്സ് കറക്റ്റായിട്ട് എന്തുകൊണ്ടാണ് ഫോളോ ചെയ്യാൻ പറ്റാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സംഭവം ഇത്തരത്തിൽ ഒരു പുതിയൊരു രീതി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അതിൻ്റെ ഒരു ട്രയൽ എന്നുള്ള രീതിക്കോ മറ്റോ അവരെന്തെങ്കിലും, അതായത് ഈ പറയുന്ന ബോർഡ് മറ്റേതെങ്കിലും പ്രിക്കോഷൻസും കാര്യങ്ങളും എടുക്കേണ്ടതായിരുന്നു. അതായത് ഇത്തരത്തിൽ പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരുന്നത് പരീക്ഷിക്കേണ്ട ഒരു കാറ്റഗറി ആക്കി എടുക്കരുത് നമ്മുടെ സ്റ്റുഡൻസിനെ ഒരിക്കലും. 1-2 കുട്ടികളുടെ കാര്യമല്ല, ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, 17 ലക്ഷം കുട്ടികളുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ മെന്റൽ പ്രഷറിനെയാണ് ഇവിടെ ഡയറക്ട്ലി തന്നെ ബാധിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവർ റീവാലുവേഷന് കൊടുക്കാൻ നോക്കുമ്പോഴാണ് അടുത്ത ഇഷ്യൂ വന്നിട്ടുള്ളത്. അതായത് റീവാലുവേഷന് കൊടുക്കേണ്ട സൈറ്റ് അവിടെ ജാമാണ്, സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് വേറെ, ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. ഇതെല്ലാം കുട്ടികൾ ഒരുപാട് മെന്റൽ പ്രഷറിലോട്ട് തന്നെ തള്ളിവിടുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, അതായത് 26 ഇന്ന് തൊട്ട് 29th വരെയാണ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള റീവാലുവേഷന് കൊടുക്കാനുള്ളത്. സോ അതനുസരിച്ചിട്ട് എന്തായാലും കുട്ടികൾക്ക് മൂവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ കുട്ടികൾക്ക് ഫേവർ ചെയ്തുകൊണ്ട് അവരുടെ മെന്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഡിസിഷൻ തന്നെ എടുക്കാൻ സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ലീഗലി മൂവ് ചെയ്യാനും സാധിക്കും. അവർക്ക് ഈ പറയുന്ന ബോർഡിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് ലീഗൽ നോട്ടീസ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ആർട്ടിക്കിൾ 226 ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം റിട്ട് ഹർജിയായിട്ട് ഫയൽ ചെയ്യാനും പറ്റും, എവിടെ? ഹൈക്കോർട്ടിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയി വരുന്നത്. അപ്പോൾ ഇതിലെന്തായാലും നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിസിഷൻ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എനിവേ കൂൾ ഗുരു, ശുക്രിയ.